ഇൻകം ടാക്സ് ആക്ട് 2025 ഈ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോൾ അത് കാരണം തന്നെ ടൂ മച്ച് കാര്യങ്ങളിൽ വലിയ കാര്യമായിട്ട് അതിൻ്റെ സ്ട്രക്ചറിലൊന്നും കാര്യമായിട്ട് ചേഞ്ചസ് വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ഇപ്പം നമ്മൾ ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് ഇൻകം ടാക്സിൻ്റെ സ്ലാബുകൾ നന്നായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 lakhs നിന്ന് 12 lakhsലേക്കൊക്കെ നോൺ ടാക്സബിൾ ഇൻകം, അതായത് ജനറലി ടാക്സ് ഇല്ലാത്തൊരു ലിമിറ്റ് 12 lakhsലേക്കൊക്കെ എൻഹാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ അതുപോലെ തന്നെ അതവിടെ നിർത്തി വെച്ചേക്കാണ്. അതുപോലെയുള്ള ചേഞ്ചസ്, അതായത് ഒരുപാട് ആളുകൾ ടാക്സേഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ സ്ലാബുകളൊക്കെ എൻഹാൻസ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസുകളൊന്നും പ്രത്യേകിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ആക്ട് 2026 ഏപ്രിൽ 1 മുതൽ വരാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള അമെൻമെൻറ്റ്സുകളും ഇൻകം ടാക്സ് ആക്ടിൽ വന്നിട്ടില്ല. പക്ഷേ വളരെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കുറച്ച് ചേഞ്ചസുകൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളുടെ NRI ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് NRIയുടെ സ്ഥലമിടപാടുകളിലൊക്കെ പലപ്പോഴും TDS പിടിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഒരു ലോക്കലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൈ ചെയ്യുന്ന ആളാണ് TDS പിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ TDS പിടിക്കുമ്പോൾ അതിൽ ടാൻ നമ്പർ എടുത്തിട്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു പ്രൊസീജിയറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഒരു പാൻ ബേസ്ഡ് TDS ഓപ്ഷൻ അവിടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു മൊമെൻ്റ് ആയിട്ടാണ് അത് തോന്നുന്നത്. പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻഡിവിജ്വൽസിൻ്റെ സാധാരണ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് ജൂലൈ 31 തന്നെയാണ്, അതിപ്പോഴും അതുപോലെ തന്നെയാണ്. പക്ഷേ അതിൽ ബിസിനസ് ഇൻകം ഉള്ള ആളുകളുടെ കേസിൽ, അതായത് ടാക്സ് ഓഡിറ്റ് ഇല്ലാത്ത ആളുകളുടെ കേസിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കേസിൽ അത് ആഗസ്റ്റ് 31 വരെ ആ ഒരു ഡേറ്റ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു നല്ലൊരു മൊമെൻ്റാണ്. മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള, അതായത് നോർമലി ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് ഇതുപോലെ തന്നെ ജൂലൈ 31 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഡിസംബർ 31 വരെ ആയിരുന്നു. അപ്പോൾ അത് വീണ്ടും എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു ഫൈനൊക്കെ അടച്ചുകൊണ്ട് നമുക്ക് മാർച്ച് 31 വരെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് അടുത്ത വർഷത്തെ മാർച്ച് 31 വരെ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതും നല്ല ഒരു മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊരു ചേഞ്ച് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ TCS ആയിട്ട് ബന്ധപ്പെട്ട വലിയൊരു റിലാക്സേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിദേശത്തേക്കൊക്കെ പണം അയക്കുന്ന സിറ്റുവേഷനിൽ, അതായത് ഇപ്പോൾ ടൂർ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ട് ഇത്തിരി വലിയ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ടൂർ പാക്കേജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 20% ഒക്കെ TCS അവിടെ അപ്ലിക്കബിൾ ആയിരുന്നു. എബൌട്ട് 10 lakhs ആണ് റെമിറ്റൻസ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി ഒരു 2% എന്നുള്ള ഒരു ലോവർ ഡിഡക്ഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ലാസ്റ്റ് ഒരു 1 decade ഒക്കെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഈസ് ഓഫ് ഡൂയിങ് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻസിൻ്റെ ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും.